വാഴച്ചാൽ വാട്ടർഫോൾസിൽ നിന്ന് വാൽപ്പാറ വരെയാണ്. അപ്പോൾ വാഴച്ചാൽ വാട്ടർഫോൾസ് ഇവിടെയാണ് വരുന്നത്. അവിടെ നിന്ന് വാൽപ്പാറ വരെ കാണിക്കുന്നത് 2.5 മണിക്കൂറാണ് കാണിക്കുന്നത്. 71 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് 2 hours ഫോറസ്റ്റിൽ കൂടെ തന്നെയാണ്. ഈ പെരിങ്ങൽകുത്ത് റിസർവോയർ വ്യൂ പോയിന്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. കുറേ ഹെയർ പിൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ പരിസരത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഷോളയാർ ഡാമിൻ്റെ പരിസരത്തൂടെ പോകുമ്പോൾ ഷോളയാർ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളും വീണ്ടും നമുക്കൊരു ഡാം വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട് കേരള ബോർഡറിൽ കൂടെ നമ്മൾ പാസ് ചെയ്തിട്ട് മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. മലക്കപ്പാറയാണ് ശരിക്കും ഫോറസ്റ്റ് തീരുന്ന ഭാഗം. അപ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. മലക്കപ്പാറയിൽ നിന്ന് പിന്നെ നമുക്ക് വരുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. തേയിലത്തോട്ടം ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ഏരിയയിൽ കാപ്പിത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോളയാർ ഡാമാണ് വരുന്നത്. അപ്പോൾ ഷോളയാർ ഡാമിൻ്റെ റിസർവിൻ്റെ സൈഡിൽ കൂടെയാണ് പിന്നെ കുറേ ദൂരം നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് കുറേ കർവ്ഡ് റോഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല അടിപൊളി റൈഡായിരിക്കും അതിൽ പോകുന്നത്. അതിലേ പോയി നമ്മൾ വാൽപ്പാറയിലാണ് നമ്മുടെ യാത്ര ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ ഫസ്റ്റ് എപ്പിസോഡ് കാണുക. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വാഴച്ചാലിലാണുള്ളത്. വാഴച്ചാലിൽ നിന്ന് നമ്മൾ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ മലക്കപ്പാറയ്ക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മലക്കപ്പാറയിൽ നമ്മൾ വാൽപ്പാറയ്ക്ക് പോകും. അപ്പോൾ ഈ മലക്കപ്പാറ വരെയുള്ള റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് ഈ റൂട്ടിൽ കാണാം. ഒരുപാട് ആനിമൽ സൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ പോകുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-11 മണി ആ ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആനിമൽസിനെ കാണാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല. ഏർലി മോർണിംഗ് ഒരു 6 o'clock തോന്നുന്നു ഈ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. പക്ഷേ തിരിച്ച് വരുമ്പോൾ നമ്മൾ 4 o'clock എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് ഒന്നെങ്കിൽ പോവുക. ആ സമയത്താണ് നമുക്ക് ഒരുപാട് ആനിമൽസിനെ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ലേറ്റായിട്ട് നമ്മൾ അവസാനം 4 o'clock ആ ടൈം ആകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ബൈക്കുകൾക്കും കാറുകൾക്കൊക്കെ സെപ്പറേറ്റ് ടൈമിംഗ് ആണ് വരുന്നത്. ബൈക്കുകൾക്ക് കുറച്ച് നേരത്തെ തിരിച്ചിറങ്ങണം. അതുപോലെ തന്നെ നേരത്തെ ലേറ്റായിട്ടാണ് അവർ കയറ്റി വിടുകയുള്ളൂ. കാറുകൾക്ക് നേരെ തിരിച്ചാണ്. കാരണം ബൈക്കുകൾ പോകുമ്പോൾ സേഫ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. വാഴച്ചാലിൽ നിന്നൊരു 5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ചെറിയ ഗ്രാമപ്രദേശം പോലെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അതല്ലാതെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും യാതൊരുവിധ വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫോറസ്റ്റ് ഓഫീസിലുള്ള ഓഫീസേഴ്സിൻ്റെ കുറച്ച് ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ റോട്ടിൽ കൂടെ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. KSRTC ബസ്സൊക്കെ ഉണ്ട്. ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ ബസ്സൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. KSRTC ബസ്സുണ്ട്. അതല്ലാതെ ആണെങ്കിൽ ഉല്ലാസയാത്രയുടെ ബസ്സുണ്ട്. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സുണ്ട്. ഇല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നൊക്കെ ഉല്ലാസയാത്രേൻ്റെ ബസ്സുകളും ഉണ്ട്. നിങ്ങൾക്കിപ്പം പ്രൈവറ്റായിട്ട് വണ്ടികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉല്ലാസയാത്രേൻ്റെ ബസ്സിൽ അവരെല്ലാ വെള്ളച്ചാട്ടങ്ങളും, അതിരപ്പള്ളി വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള എല്ലാ വ്യൂ പോയിൻറ്റ്സിലെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ കാണിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് നദികൾ നമുക്ക് ക്രോസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് നദിയിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ റൂട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പം കുറേ ആനിമൽസിന് മുമ്പ് കണ്ട വീഡിയോസൊക്കെ ഞങ്ങളെ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ ഓരോ കർവ് വളയുമ്പോഴും എന്തെങ്കിലും ഒരു ആനിമലിനെ കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. ബൈക്കേഴ്സിൻ്റെ ഡ്രീം റൈഡായിട്ടുള്ളൊരു റൂട്ട് തന്നെയാണിത്. ഒരുപാട് കർവും അതിമനോഹരമായ കാഴ്ചകളാണ് 2 സൈഡിലും ഉള്ളത്. ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ബെസ്റ്റായിട്ട് വരുന്ന അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽ സൈറ്റിംഗ് ആണ്. ഒരുപാട് ആനിമൽസിനെ നമുക്കിതിൽ കാണാം. അതിൽ കാട്ടുപോത്ത്, മെയിനായിട്ട് കാട്ടുപോത്ത്, ആന, ഇതൊക്കെയാണുള്ളത്. ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കൂടെ ചില ഭാഗങ്ങളിലായിട്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരു സൈഡിലും നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് ഏരിയയിൽ നമ്മൾ ആനപ്പിണ്ടം കണ്ടു. ഈ റൂട്ടിൽ നമ്മൾ ഒരുപാട് ബൈക്ക് റൈഡേഴ്സിനെ കണ്ടു. കുറേ പേര് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. തമിഴ്നാട് വണ്ടി രജിസ്ട്രേഷനാണ് നമ്മൾ കണ്ടത്. അല്ലാതെ തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മലക്കപ്പാറ പോയി തിരിച്ചു വരുന്നവരുണ്ട്.
കൂടുതലും നമുക്കിങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ആനിമലിനെ സൈറ്റ് ചെയ്യാൻ പറ്റുക. കാരണം കൂടുതൽ അങ്ങേറ്റത്തെ ഡിസ്റ്റൻസിലേക്കാണെങ്കിലും നമുക്ക് ക്ലിയറായിട്ട് കാണാനൊക്കെ പറ്റും. പലയിടത്തായി നമ്മൾ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ വണ്ടികളും അതുപോലെ തന്നെ പോലീസ് വണ്ടികളൊക്കെ കണ്ടു. അപ്പോൾ ആരും ഈ റൂട്ടിൽ പോകുമ്പോൾ ഫോറസ്റ്റിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഫീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ കുറേ വണ്ടികൾ കണ്ടു. ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. കാരണം അവർ പതുക്കെയാണ് പോകുന്നത്, കാറുകളായതുകൊണ്ട്. നല്ല ഫ്രഷ് ആനപ്പിണ്ട ഞങ്ങൾ ഇപ്പോൾ കണ്ടു. അതിനാണെങ്കിൽ നമുക്ക് ആ ആനപ്പിണ്ടത്തിൻ്റെ ഒരു സ്മെല്ലും നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ കുറച്ച് നേരം മുമ്പ് ഇതിലെ പാസ് ചെയ്തായിരിക്കും, ഇല്ലെങ്കിൽ രാവിലെ വന്നതായിരിക്കാം. കുറേ ഉണ്ട് ഈ റോട്ടിൽ. ഇരു സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആനപ്പിണ്ടം കാണാൻ പറ്റും. ഒരു വലിയ മരം, അത് മൊത്തം പല ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡെൻസ് ഫോറസ്റ്റാണ് ഫുള്ള് കാണുന്നത്. അങ്ങനെ കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു അപൂർവ കാഴ്ച കിട്ടി. റെയറാണ് ഈ സാധനത്തിനെ കാണുകയെന്ന് പറഞ്ഞത്, സിംഹവാലൻകുരങ്ങ്. ഇത്രയും ദൂരം ഞങ്ങൾ വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ആനിമൽ എന്ന് പറഞ്ഞ സിംഹവാലൻകുരങ്ങാണ്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനേനെയോ കാട്ടുപോത്തിനെയൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു. ഈ ഒരു ഭാഗത്ത് മൊത്തം കുറേ ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല കിടിലം വ്യൂ ആണ് രണ്ട് സൈഡിലുള്ളത്. എനിക്ക് റൈഡ് ചെയ്യാൻ പറ്റിയൊരു റൂട്ട് തന്നെയാണിത്. അപ്പോൾ ബൈക്കേഴ്സിൻ്റെ ഡ്രീം ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു റൂട്ടാണ് വാൽപ്പാറ അതിരപ്പള്ളി റൂട്ട് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഷോളയാർ ഡാമിൻ്റെ പവർ ഹൗസിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഷോളയാർ ഡാമിന് 2 പവർ ഹൗസുകളുണ്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞ സെക്കൻഡ് പവർ ഹൗസാണ്. ഞങ്ങളുടെ യാത്ര വീണ്ടും അവിടുന്ന് ആരംഭിച്ചു. പോകുന്ന വഴിക്ക് മഴക്കാലം ആയതുകൊണ്ട് കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. നമ്മളങ്ങനെ റൈഡ് ചെയ്ത് പെരിങ്ങൽകുത്ത് റിസർവോയറിലേക്ക് എത്തി. ഈ കാണുന്നത് ലോവർ ഷോളയാർ ഡാമാണ്. അതിൻ്റെ റിസർവോയറും ഭാഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് ലോവർ ഷോളയാർ ഡാം വരുന്നത്. 1965 നിർമ്മിതമായ ഈ ഡാമിന് 56 മീറ്റർ ഹൈറ്റും 430 മീറ്റർ വീതിയുമാണ് വരുന്നത്. അവിടുന്ന് കുറേ ദൂരം നമുക്ക് നല്ല വഴി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മലക്കപ്പാറ എത്തുന്നതിന് മുമ്പ് 10 കിലോമീറ്റർ എടുത്ത് ടാറിങ് ചെയ്യാത്ത വഴിയാണ് നമുക്കുള്ളത്. വീണ്ടും ഒരു കൂട്ടം സിംഹവാലൻകുരങ്ങിൻ്റെ കൂട്ടത്തെ നമുക്ക് അടുത്ത് കാണാൻ പറ്റി. മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറേ ദൂരം റോഡുകളെല്ലാം പോയി കിടക്കുകയാണ്. റോഡെല്ലാം ഫുള്ള് ചെളിയും കുഴിയാണ്. അപ്പം നമ്മൾ പക്ക ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഏകദേശം 10 കിലോമീറ്റർ അടുത്ത് ഇവർ ടാറിങ്ങിന് വേണ്ടിയിട്ട് കോറ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ഫുള്ള് ഫില്ല് ചെയ്തിട്ടേക്കുവാണ്. എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ഈ ഒരു ഭാഗം കൂടെ ടാറിങ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വാൽപ്പാറ തൊട്ട് മലക്കപ്പാറ വരെ നല്ല റോഡായിരിക്കും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഫോറസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചെറിയ 2-3 ഹോട്ടൽസൊക്കെ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും റൈഡ് തുടങ്ങി. കാണുന്ന ആനമുടിയാണ്, ആനമുടി മല. അതിനപ്പുറത്ത് മൂന്നാർ വരല്ലേ. 2695 മീറ്റർ ഉയരമുള്ള ആനമുടിയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മല. ഒരു ചെക്ക് പോസ്റ്റാണ് എൻ പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്നത്. വാൽപ്പാറയിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇതിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ വീണ്ടും നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം. 4 o'clockന് ബൈക്കുകളുടെ ലാസ്റ്റ് എൻട്രി 4 o'clock, കാറുകൾ 6 മണിയാണ് എൻട്രി വരുന്നത്. ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടെ നിർത്തിയപ്പോൾ ജസ്റ്റ് അവിടെ നമുക്കൊരു ഡാം കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ദൂരെ. ഇത് ഏതാ ഡാമെന്ന് എനിക്കറിയത്തില്ല കറക്റ്റ്.
പക്ഷെ ഇവിടെ നല്ല ഒരു വ്യൂവിലൊരു ഡാമും ഒരു ഫാക്ടറിയൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാം. നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് കണ്ട ഡാമാണിത്. ഷോളയാർ ഡാം തന്നെയാണ് ഇത് വരുന്നത്. എന്തോ ഭാഗ്യമാണ് നമ്മൾ കറക്റ്റ് വന്നപ്പോൾ ഇത് ഡാമിലെ ഷട്ടറൊക്കെ തുറന്നു വിട്ടേക്കുന്നത്. ഇത് ഷോളയാർ ഡാം. ഇവിടെ നമുക്ക് താഴെ ഇതിലൊരു പാലമുണ്ട്. അവിടെ കുറേ ബിൽഡിങ്സൊക്കെ കാണാം, കുറേ വീടുകളും ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. തമിഴ്നാട്ടുകാരുടെ വീടാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. ഡാമിൻ്റെ അവിടെ മേൽഭാഗത്തായിട്ട് കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് സ്റ്റാച്യൂസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആനയുടെയും പുലിൻ്റെയൊക്കെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ടാവും ഉള്ളിലേക്ക് കയറണമെങ്കിൽ. പക്ഷേ ആൾക്കാരൊന്നും കാണുന്നില്ല, കയറ്റി വിടുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് പഴയ പാലത്തിൻ്റെ അവശേഷിപ്പൊക്കെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലം എന്ന് പറയുന്ന പുതിയ പാലമാണ്, പുതിയതായിട്ട് പണിതാണ്. ഇതിൻ്റെ ഡാമിൻ്റെ പരിസരമൊക്കെ നല്ല രസമുണ്ട്. പാർക്ക് പോലെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വാൽപ്പാറ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഹൈവേയാണ്. നേരത്തെ കുറച്ച് ദൂരം ഒരു 10 കിലോമീറ്റർ നല്ല ഹൈവേ റോഡാണ്. ഇവിടുന്ന് വാൽപ്പാറ വരെ നല്ല റോഡാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. വീണ്ടും നമ്മളെ ഡാമിൻ്റെ മേലെ ആ പോർഷനിൽ കൂടെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ പാർക്കിംഗ് ഉണ്ടല്ലോ ഡാമിൽ. നമ്മളെ നേരത്തെ കണ്ട ഡാമിൻ്റെ പരിസരമാണ്. ചെറിയ അമ്പലങ്ങളും പ്രതിഷ്ഠകളൊക്കെ നമുക്കിവിടെ ഒരുപാട് കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങറ്റത്ത് കാണുന്നതാണ് ഡാം. ഇത് ജസ്റ്റ് റിസർവയറാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പും നല്ല കോടമഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ട് ഇടാൻ വേണ്ടി നിർത്തിയതാണ്. നേരെ റോഡ് മുടക്കി കുറച്ച് ടീംസിൽ നടന്നു പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളും വലിയങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിക്ക് മഴ തുള്ളി ഞങ്ങൾ പോക്കിട്ട് വീട്ടിൽ ഞങ്ങൾ നേരെ പോവാണ്. തമിഴ്നാട്ടിലൊരു വണ്ടി ചെറിയ രീതിക്ക് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു. ഷോളയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ റോഡ് പോകുന്നത്. നല്ല രീതിയിൽ തേയിലയും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. ഇപ്പം നമ്മൾ ആദ്യം ഫോറസ്റ്റിൽ കൂടെ വന്നെങ്കിൽ ഇവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെയാണ്. ഈ ഒരു ഭാഗത്തെ റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് റൈഡേഴ്സിന് ആസ്വദിച്ച് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളാണ്. നല്ല വീതിയും നല്ല കർവായിട്ടുള്ള റോഡുകളാണ് നമുക്കിവിടെ ഉള്ളത്.
ഈ മേലെ കാണുന്ന യൂക്കാലി മരമാണ്. യൂക്കാലിൻ്റെ ഓയില്, അതുപോലെ തന്നെ പല മെഡിസിൻസ് ഉണ്ടാക്കാനും പെർഫ്യൂം ഉണ്ടാക്കാനൊക്കെ നമുക്ക് യൂക്കാലി മരം ഉപയോഗിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടത്തിൽ നിന്ന് ഇടയ്ക്ക് ഓറഞ്ച് പൂക്കളുള്ള മരങ്ങളൊക്കെ നല്ല ദൃശ്യങ്ങളായിട്ട് നമുക്ക് ഇടയ്ക്ക് കാണുന്നുണ്ട്. നമ്മളൊരു നല്ല അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയാണ്. എനിക്കൊന്ന് കുറേ റീൽസിലൊക്കെ വരുന്ന ഒരു ഏരിയ ആണിത്. വേഴാമ്പലത് വേഴാമ്പൽ ഇതിൽ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാൽപ്പാറ എത്തി. വാൽപ്പാറൻ്റെ ടൗണിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ വീടുകളൊക്കെ മഞ്ഞ, നീല, റോസ്, പല കളറുകൾ, നല്ല കളർഫുള്ളായിട്ട് വാൽപ്പാറ കാണുന്നത്. തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഇതുവരെ പല കളറിലാണ് വീടുകളൊക്കെ. ഇതാണ് വാൽപ്പാറ ടൗൺ. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിക്കൊക്കെ പോകുന്ന റൂട്ടാണ്. വൈകിട്ട് നമ്മളൊരു 2-2:30 ടൈമാണിത്, ഉച്ച കഴിഞ്ഞിട്ട്. ഇപ്പോൾ തന്നെ ഫുള്ള് മഴ പോലെ മൂടിക്കെട്ടി മാർക്കറ്റാണ് ഇത് കാണുന്നത്. തക്കാളി, സവോളയൊക്കെ വെക്കുന്നത്. അങ്ങനെ തിരിച്ച് വാൽപ്പാറയിൽ പോവുകയാണ്. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന റൂട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാടൊക്കെ പോയി വളച്ചു വിട്ടണം. ഇപ്പോൾ വന്നതിൻ്റെ ഒരു 3 ഇരട്ടി എങ്കിലും നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ വന്നപ്പോൾ കണ്ട ചെക്ക് പോസ്റ്റ് നമ്മൾ 4 മണിക്ക് മുമ്പ് അത് അവിടെ ക്രോസ് ചെയ്യണം. 4 മണി കഴിഞ്ഞാൽ അവർ കടത്തി വിടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അത് ബൈക്കുകൾക്ക് കേട്ടോ. കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 6 മണി ആണ് ലാസ്റ്റ് ടൈമിങ് പറയുന്നത്. കാരണം ആ റൂട്ടിൽ അത്യാവശ്യം ആനിമൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ കാണിച്ച അതിരപ്പള്ളി 76 കിലോമീറ്റർ. നമുക്ക് അതിരപ്പള്ളി കഴിഞ്ഞിട്ട് ആലുവ വരെ എത്താം. നമ്മൾ തിരിച്ചു പോയപ്പോൾ നല്ല രീതിയിൽ മഴയും ഫുള്ള് കോട കയറി നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വന്നപ്പോൾ നമുക്ക് വെയിലുള്ള കാഴ്ചകളൊക്കെ കിട്ടിയെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല മഴയും കോടമഞ്ഞൊക്കെയുള്ള സീനറിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. പഴയ കാലത്തെ രാജാവായിരുന്ന മഹേന്ദ്രയുടെ കമാൻഡർ. തിരിച്ച് നമ്മൾ ഷോളയാർ ഡാമിൻ്റെ പരിസരത്ത് തന്നെ എത്തി. ഇവിടെ നല്ല മഴയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഇപ്പോൾ ഇവിടുന്ന് എല്ലാവരും തന്നെ പോയി. വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം ഒരു 3:30 മഴ കുറച്ചൊന്ന് കുറഞ്ഞു. ഇരുണ്ട് കൂടി കിടക്കും. ഇതാണ് ഫുള്ള് ഓഫ് റോഡാണ്. ഒരു 8-9 കിലോമീറ്റർ ഇങ്ങനെ തന്നെ ഫുള്ള് റോഡ് പോയി കിടക്കുക. ഇതിപ്പോൾ സമയം 3-3:30 സമയമാണ്. ഈ സമയത്ത് തന്നെ ഇവിടെ മൊത്തം ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഫോറസ്റ്റ് മൊത്തം ഇരുണ്ട് മൂടി കിടക്കും. ഇപ്പോൾ മഴയും കൂടെ മൂടി കെട്ടി നിൽക്കുന്നത് കൊണ്ട്.
അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഇറങ്ങി പകുതി എത്തി. ഇനിയുണ്ട് ഒരു 1 hour എടുത്ത്. എനിക്കൊന്ന് കേരളത്തിലേക്ക് മഴയില്ല, അപ്പുറത്തെ തമിഴ്നാട്ടിലേക്ക് ചെന്നപ്പോഴാണ് മഴ. ഇവിടെ ഒന്നും മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല, ജസ്റ്റ് സ്കൂളിൽ പോയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് കണ്ട കൂട്ടാം കൂടാണ്ട ഈ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വാഴശാലെത്തി. ഇതാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും. ഇവിടെ തന്നെയാണ് വാഴശാല വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ തിരിച്ച് അങ്കമാലി ഭാഗത്തേക്ക് എത്തി. അപ്പം ഇത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ കുറേ ഇൻഡിഗോസ് പാർക്ക് ചെയ്തതാണ്. ഈ സൈഡിൽ കണ്ടാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ആ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. അതിനോട് തൊട്ട് ചേർന്നതിനെ ഇതിൻ്റെ ഫ്ലൈറ്റ് വാങ്ങുന്നു. തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട് വരുന്നത്. നമ്മളിപ്പോൾ നായത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. നമ്മൾ വേറൊരു വ്യൂ പോയിന്റ് കൂടെ നോക്കി പോകുന്നതാണ്. വന്ദേ ഭാരത് കറക്റ്റ്. കുഞ്ഞു കളിക്കും.